താങ്ക്സ് ബ്രോ. ഹലോ ഹായ്. സമയം രാവിലെ 5 മണി. ഞാനിപ്പോൾ നിൽക്കുന്നത് സുൽത്താൻ ബത്തേരി KSRTC ഡിപ്പോയിലാണ് കേട്ടോ. ഇവിടെ നിന്നും രാവിലെ 5 മണിക്ക് യാത്ര തുടങ്ങി മുത്തങ്ങ ഫോറസ്റ്റിലൂടെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി ഗുണ്ടൽപേട്ട് എത്തി. ഗുണ്ടൽപേട്ട് നിന്നും കർണാടകയുടെ സാരഥി ബസ്സിൽ യാത്ര ചെയ്ത് അവിടെ നിന്നും ഗോപാൽസ്വാമി ഹിൽസിലേക്കുള്ളൊരു യാത്രാ വിശേഷങ്ങളാട്ടോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഏതായാലും 5 മണിൻ്റെ ബസ്സിന് കയറിയില്ല. 5:50 KSRTC ഉണ്ട്, അതിലാണ് കേട്ടോ ഞാൻ സർവീസ് തിരഞ്ഞെടുത്തത്. ഗോപാൽസ്വാമി ഹിൽസ് പോകണം എന്നുണ്ടെങ്കിൽ 8:30 ഗുണ്ടൽപേട്ട് എന്നുള്ള ബസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വൈകിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ഇവിടുന്ന് തന്നെ നമ്മൾ ലേറ്റായിട്ട് ബസ്സിന് കയറി കേട്ടോ. നമ്മൾ ചെന്ന പാടന്നെ ചെക്ക് പോസ്റ്റ് എത്ര മുന്നുള്ളൊരു കാഴ്ചയാണിത്. മാനൊക്കെ വഴി തടഞ്ഞു നിന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല കുറേ കാഴ്ചകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കുറേ ഒന്നും ഇങ്ങനെ നമുക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റിയിട്ടില്ല. ഇതൊരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ബസ് അല്ലാത്തതുകൊണ്ട് തന്നെ ബസ് സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ക്യാമറ ഓണാക്കി വരുമ്പോഴത്തേനും നിങ്ങൾക്ക് അറിയില്ല, മാൻ്റെ വഴിക്ക് പോകും, ബസ്സിൻ്റെ വഴിക്ക് പോകും. അതുകൊണ്ട് എനിക്ക് കുറേ കാഴ്ചകൾ അങ്ങനെ കാണാൻ പറ്റുന്നതെങ്കിൽ നിങ്ങളെ കാണിക്കാൻ പറ്റാത്തൊരു വിഷമം. 6 മണിക്കാട്ടോ നമ്മൾ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആകുക. അതിന് മുന്നേ വന്ന ബസ് ചെക്ക് പോസ്റ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. അതിൻ്റെ ബാക്കിലാണ് നമ്മൾ യാത്ര ഉള്ളത്. പിന്നെ ആദ്യം വരുന്ന വണ്ടികൾ മുന്നോട്ട് കയറിപ്പോകും. പിന്നെ പാസഞ്ചേഴ്സൊക്കെ കൂടുതലുണ്ടായിരുന്നു നമ്മളെ ബസ്സിൽ. ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വണ്ടി ചെക്കിങ് കാലം കഴിഞ്ഞാണ് കയറാം. പ്രൈവറ്റ് വാഹനത്തിനാണെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ് കാര്യം കാണിച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. നമ്മൾ ബസ്സിലായതുകൊണ്ട് KSRTCയിലായതുകൊണ്ട് അതിന് ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് പാസഞ്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് യാത്ര മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കാടിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ തവണയും ഓരോ വെറൈറ്റി കാഴ്ചകളാട്ടോ നമ്മളെ കാഴ്ചയായിട്ട് കാണാൻ പറ്റിയ കാടിൻ്റെ ഉള്ളിൽ. അത് മാത്രമല്ല കാടിൻ്റെ എല്ലാ കാടിനും പ്രത്യേകത ഉള്ളത്. ഈ കാട്ടിനുള്ളിൽ കൂടി കുറച്ച് മുന്നേ വരെ നല്ല മഴ ഉണ്ടായിരുന്ന പറഞ്ഞത്. ഞാൻ നിന്ന മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ ഏരിയയിലും പിന്നെ അതുപോലെ സുൽത്താൻ ബത്തേരി ബസ് സ്റ്റേഷനിലൊക്കെ നല്ല മഴ കിട്ടിയൊരു ടൈം ചെയ്തത്. അപ്പോൾ കാഴ്ചകൾ കിട്ടുമോ എന്ന് അറിയില്ല. എന്നാലും അങ്ങനെ കൺഫ്യൂഷനിലൂടെ യാത്ര ചെയ്തൊരു യാത്ര ചെയ്യുന്നത്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ മൃഗങ്ങളൊന്നും പുറത്തേക്ക് വരില്ല, ഉൾക്കാട്ടിലേക്ക് പോകുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ടൊരു പേടിയോടുകൂടി ചെയ്ത യാത്രയാണ്. പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമില്ലാത്ത മൃഗങ്ങളൊക്കെ സൈഡ് സീൻ. യാത്ര മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. 3 ആനകൾ നിൽക്കണം. ഇത്തേക്ക് എടുക്കണം 3 ആനയെന്ന് വിചാരിച്ച് ഞാൻ. പക്ഷേ ഇത് ആദ്യം ഞാൻ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു സംഭവം. 3 ആന എത്രയും എടുത്ത് കാണാൻ പറ്റിയല്ലോ എന്നുള്ളത്. പക്ഷേ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ അവർ വളർത്തുന്ന 3 ആനകളാട്ടോ. അത് പിന്നീടാണ് നമ്മളെ കണ്ടക്ടർ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഉള്ളിലേക്ക് പോകും തോറും കുറേ മൃഗങ്ങൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ടൈമിൽ തന്നെ ആന കാണാൻ പറ്റി. കുറേ ആനപ്പിണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവർ പറഞ്ഞ് പ്രസൻറ്റ് ഇവിടെ ആനൻ്റെ ഉണ്ട്, അല്ലാതെ അങ്ങനെ വരില്ല എന്നുള്ളത്. ഈ ലെഫ്റ്റ് സൈഡ് കൂടി ഒരു പന്നി പോകുന്നുണ്ട്. പക്ഷേ അത് നമ്മളെ ക്യാമറൻ്റെ പരിമിതി മൂലം ദൂരക്കാഴ്ചകളൊന്നും എനിക്ക് അത്ര ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമ്മൾ മൊബൈലിലാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കേട്ടോ. കാട്ടിലൂടെ എപ്പോൾ യാത്ര ചെയ്താലും ഓരോ ടൈമിലും ഓരോ വ്യൂ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മഴക്കാലത്ത് പോയാൽ ഫുള്ള് ഗ്രീനറി ആവും. ഇനി വേനൽക്കാലത്ത് പോയാലും നമുക്ക് കാഴ്ചയിൽ പഞ്ഞൊന്നും ഉണ്ടാവില്ല. അത് അതിൻ്റേതായിട്ടുള്ള തനതായ രീതിയിലുള്ള കാഴ്ചകൾ വേനൽക്കാലത്ത് ഓരോ ടൈമിലും നമുക്ക് അനുഭവിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഞാൻ പോകുന്ന ടൈമിൽ അത്യാവശ്യം നല്ല തണുപ്പുള്ളൊരു ടൈം കൂടിയായിരുന്നു. രാവിലെ മഴ പെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് വാഹനങ്ങളൊക്കെ നല്ല വരുന്ന ഒരു റൂട്ട് കൂടിയാണ്. ഈ പോണ വഴിയിലൊന്നും വാഹനങ്ങൾ നിർത്താനോ അതുപോലെ യാത്ര ചെയ്യുന്ന ടൈമിൽ ഇറങ്ങാനോ പാടില്ല കേട്ടോ. കുറേ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ഗുണ്ടൽപേട്ട് എത്താനായിരിക്കും കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഫുള്ള് ഗ്രാമീണ കാഴ്ചകളും അതുപോലെ കുറേ കൃഷികളെ വിശേഷങ്ങളാട്ടോ. പൂക്കൃഷി കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി പിന്നീട് ഗുണ്ടൽപേട്ട് എത്തുന്ന മുന്നേ കുറച്ച് കാണാൻ പറ്റും. ഫുള്ള് മല്ലിക കേട്ടോ. ഒരു ഏക്കർ കണക്കിന് ഭാഗങ്ങൾ നമ്മൾ യാത്ര ചെയ്യുന്ന ടൈമിൽ കാണാൻ പറ്റും. ബസ് നല്ല സ്പീഡിലാണ് പോകുന്നത്. ഞാൻ സ്ലോ മോഷനിലാക്കിയ വീഡിയോ കേട്ടോ. 2 സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇത് ഓണത്തിൻ്റെ മാർക്കറ്റ് മുൻകൂട്ടി കണ്ടിട്ട് അവർ ചെയ്യുന്ന ഒരു കൃഷിയാണ്. ഇത് എല്ലാ ടൈമിലും ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഇത് ഇവിടുന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഫുള്ള് കൃഷിയാണ് നമുക്ക് കാണാൻ കഴിയും. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു വ്യത്യാസം ഇല്ലാത്തുണ്ട്. ഏറ്റവും കൂടുതൽ സൂര്യകാന്തി എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ നമ്മൾ തിരൂരിൽ നിന്ന് എങ്ങനെ മൈസൂരിലേക്ക് യാത്ര ചെയ്യാൻ ഒരു ദിവസം കൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ആ ടൈമിൽ പോയ ടൈമിൽ ഫുള്ള് സൂര്യകാന്തി ആയിരുന്നു ഇവിടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിരിക്കും. ആ ചാനലിൻ്റെ എൻ്റെ ചാനലിൽ അതിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് അഭിപ്രായം പറയേണ്ടതാണ്. ഇവിടെ നമ്മൾ ഏകദേശം യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മണിക്കൂർ ആവാനായിട്ടോ. 1.5 മണിക്കൂറിൻ്റെ 1.25 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ബത്തേരിയിൽ നിന്നും ഗുണ്ടൽപേട്ടിലുള്ള യാത്രാ ടൈം അവർ പറഞ്ഞത്. ഏകദേശം ആ ടൈമിനുള്ളിൽ നമ്മളവിടെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം ഒരു 25 മിനിറ്റ് കൂടി ഇവിടെ നമുക്ക് ഗുണ്ടൽപേട്ട് കൊള്ളൂ എന്നാണ് ഞാൻ കണക്ക് കൂട്ടിയത് കേട്ടോ. 7:30 ആകുമ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ട് എത്തേണ്ടതാണ്. എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കോളേജിലേക്ക് ആയാലും സ്കൂളിലാണെങ്കിലൊക്കെ പൂ കൊണ്ടുവരുന്നത് സ്വന്തം വീട്ടിലുണ്ടായിരുന്ന പൂക്കളായിരുന്നു കേട്ടോ.
ഇപ്പോൾ ഫുള്ള് കാലം മാറി ഫുള്ള് പുറത്തുനിന്ന് ഇമ്പോർട്ടാണ് സാധനങ്ങളൊക്കെ. തമിഴ്നാടിനെ ആശ്രയിച്ചിട്ടാണ് നമുക്ക് പൂക്കൃഷി വരെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഓണം വരെ പൂക്കളിടാൻ വരെ പൂ അവിടെ നിന്നാണ് വരുന്നത്. എന്താ സൂര്യകാന്തി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോലെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. സൂര്യകാന്തി എന്താണെന്നറിയില്ല, കുറച്ചുള്ളൂ ഈ ടൈമിൽ. ഓണം ഡിമാൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയതല്ല. ജമന്തി ഉണ്ടായിരുന്നു, റോസ് പൂവിൻ്റെ കുറച്ച് ഭാഗം കുറച്ച് ലോങ് എന്ന് കണ്ടിരുന്നു. അല്ലാതെ റോസ് പ്രത്യേക ഒരു ഇതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാക്കിയത്. പുറത്തേക്കുള്ള അത്രയും വലിയതായിട്ടൊന്നും ഉണ്ടാക്കില്ല റോസ് പൂവിൻ്റെ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റും കുറച്ച് കഴിഞ്ഞ് പിന്നെ പച്ചക്കറി കൃഷി കേട്ടോ. ഈ കാണുന്നത് പച്ചക്കറി കൃഷിൻ്റെ വിത്തിട്ടതും അതിനെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. പച്ചക്കറി കൃഷിയും ഏകദേശം നമ്മുടെ തമിഴ്നാട്ട് കർണാടക ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അതും കേരളത്തിൽ പിന്നായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടുന്ന് നമ്മൾ ഒരു ടോൾ അടിച്ചതിന് ശേഷം പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതാണ് സൂര്യകാന്തിൻ്റെ പാടന്നല്ല, തോടന്നല്ല, പാടം തന്നെ പോരാ. പിന്നെ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴാണ് ഒരു കാർ ആക്സിഡൻ്റ് ആയി കിടക്കുന്നത്. കർണാടക രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു, ടാറ്റൻ്റെ പഞ്ചായിരുന്നു കേട്ടോ. അത് ഡ്രൈവർ ആക്സിഡൻ്റ് ആയിട്ട് ഡ്രൈവർ മരിച്ചു എന്നാണ് പറഞ്ഞത്. പുലർച്ചെ 4 മണിക്കുണ്ടായ ആക്സിഡൻ്റാണ്. ഡിവൈഡറും അടിച്ച് കയറിയ വണ്ടിയാണ്. ഡ്രൈവറോട് മരിച്ചു എന്നാണ് ഗ്രാമവാസികളും ഡ്രൈവറോട് പറഞ്ഞത് കേട്ടോ. നമ്മൾ ഏകദേശം 7:30 ആയപ്പോഴത്തേന് ഗുണ്ടൽപേട്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള ബസ് 8:30 വരുന്നത്. നമ്മൾ ഏകദേശം ഇവിടുന്ന് ബ്രേക്ക് എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബാത്റൂം പോവാം, അങ്ങനത്തെ ടൈമൊക്കെ ഇവിടെ ചിലവഴിച്ചതിന് ശേഷമാണ് പിന്നീട് ഇവിടുന്ന് യാത്ര തുടങ്ങുന്നത്. 8:25 ബസ് വരിക. 5 മിനിറ്റ് മുന്നേ ബോർഡിങ് തുടങ്ങി. ബസ് പെട്ടെന്ന് പോകുമെന്നാണ് പറഞ്ഞത്. ഞാൻ ഗുണ്ടൽപേട്ട് ബസ് സ്റ്റേഷനിൽ കിടക്കുന്നത്. നമ്മളെ KSRTC എപ്പോഴും പുറത്തെ സൈഡിലാണ് ഉണ്ടാവുക. ബസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് നമ്മളെ KSRTC കയറില്ല കേട്ടോ. ഇനി നമ്മൾ മൈസൂർ ബസ് പോകുകയാണെന്നുണ്ടെങ്കിൽ ഹൈവേൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വരുന്നവർ ശ്രദ്ധിക്കുക, ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഒരിക്കലും നമ്മളെ KSRTC വരില്ല. ഇതാണ് നമ്മളെ ഇന്ന് പോകാനുള്ള ബസ് കേട്ടോ. നമ്മളെ ഡ്രൈവർ വളരെ സന്തോഷത്തിൽ ഇന്ന് വീഡിയോ ആക്കിയപ്പോൾ. ഇവിടുന്ന് ഏകദേശം ഒരു 40 മിനിറ്റിൻ്റെ റണ്ണിങ് ടൈമാണ് ഉള്ളത്. 38 to 40 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഗോപാൽസ്വാമി ഹിൽസിൻ്റെ മുന്നിലെത്തും. ഇവിടുന്ന് ടിക്കറ്റ് റേറ്റ് വരുന്നത് 30 രൂപ കേട്ടോ, ഗോപാൽസ്വാമി ഹിൽസിൻ്റെ അവിടേക്ക്. പിന്നെ അവിടുന്ന് നമ്മളൊരു ചെക്ക് പോസ്റ്റിൻ്റെ ഒരു എൻട്രി ഉണ്ട്. നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇവിടുന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോഴായാലും ശരി, നല്ല റോഡാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഒരേ ഒരു സാധനമാണ് നല്ല റോഡ്. ഏത് ചെറിയ റോഡാണെന്നുണ്ടെങ്കിലും നല്ല വെൽ മെയിൻറ്റെയിൻ ആയിട്ട് അവർ കൊണ്ടെടുക്കണം. നമ്മുടെ റോഡ് ഇവരപ്പോൾ എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും നല്ല രീതിയിലാണ് ഇവർ റോഡായാലും ഉൾഗ്രാമത്തേക്കുള്ള റോഡ് വരെ അത്രയും നല്ല ക്വാളിറ്റിയിലാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കണം കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഗുണ്ടൽപേട്ടിന് വേറൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ദ ഫ്ലവർ പോർട്ട് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. കാരണം വേറൊന്നും കൊണ്ടല്ല, എവിടെ യാത്ര ചെയ്താലും നമ്മൾ കാണാൻ പോകുന്നത് പൂക്കൾ മാത്രമാണ്. കുറച്ച് മുന്നോട്ട് ചെന്നാൽ ഹിമവൽ സ്വാമി ഹിൽസിലേക്കുള്ള ഒരു എൻട്രി ബോർഡും ഒരു ഡിവിഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് വലത്തെ സൈഡിൽ തിരിഞ്ഞാലാണ് നമുക്ക് ഗോപാൽസ്വാമി ഹിൽസ് എത്താൻ പറ്റും കേട്ടോ. ശ്രീകൃഷ്ണന് വേണ്ടി സമർപ്പിച്ച ഒരു അമ്പലമാണ് നമ്മൾ മുകളിൽ കാണാൻ പോണത്. ഇവിടേക്ക് നമ്മൾ പോകുകയെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാഹനം മാത്രം കറക്റ്റ് വിടുള്ളൂ കേട്ടോ. പോകുന്ന വഴി ഇതേപോലെ വില്ലേജ് ഗ്രാമക്കാഴ്ചകൾ, അതേപോലെ നല്ല നീളത്തിൽ കിടക്കുന്ന റോഡും ഇത്രയും മെയിൻറ്റൈൻഡ് ആയിട്ട് നടക്കുന്ന റോഡ് വേറെ റോഡ് ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ നാട്ടിലെ ഫോറസ്റ്റ് റോഡ് പോലും ഇത്ര വെൽ മെയിൻറ്റൈൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതിന് ശേഷം നമ്മളൊരു 8:30 ആകുമ്പോഴാണ് ഈ ചെക്ക് പോസ്റ്റിന് മുന്നിലെത്തൽ. ഇവിടെയാണ് നമ്മൾ ബസ് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഒരു ടോക്കൺ എടുക്കേണ്ട ആയിട്ടുണ്ട്. 60 രൂപ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ചാർജ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫോറസ്റ്റിന് ഉള്ളിൽ കിടക്കാം, മുത്തങ്ങ ഫോറസ്റ്റിന് ഉള്ളിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നമ്മളെ ആധാറും ക്യാഷും അടച്ച് കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് ഇവിടുന്ന് കിട്ടും. അതായിട്ട് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പാടുള്ളതല്ല, ഉള്ളിൽ കയറ്റൂല. പിന്നെ 60 രൂപ ടിക്കറ്റിന് പറഞ്ഞത്. അത് 2 അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്ന ചാർജ് കേട്ടോ. ഡിജിറ്റൽ ക്യാമറയും അലൗഡ് അല്ല എന്ന് എന്നോട് പറഞ്ഞത്. എൻ്റെ അടുത്ത് ഒരു ഗോപ്രോ ഉണ്ടായിരുന്നു, അത് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഏകദേശം ഒരു 10 മിനിറ്റ് ഇന്നെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു കടയിൽ ഞാൻ കൊടുത്തതിന് ശേഷമാണ് പോകുന്നത് കേട്ടോ. ഇത് അവിടുത്തെ കിട്ടിയ കുറച്ച് ഫ്രണ്ട്സാണ് എനിക്ക്. ഇവരും ഇതേപോലെ ബാംഗ്ലൂരിൻ്റെ പല ഭാഗത്തു നിന്ന് പഠിച്ച് വന്ന ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ് അവരും. പിന്നെ കാട്ടിൻ്റെ ഏറ്റവും നല്ല ടൈം യാത്ര ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്താണെന്ന് എനിക്ക് തോന്നിയത്. കാരണം അധികം ചൂടില്ല, നല്ല തണുപ്പ് ക്ലൈമറ്റാട്ടോ. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ, അതായത് ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഏറ്റവും ഹില്ലായിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഗോപാൽസ്വാമി ഹിൽസ് ആട്ടോ. ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യാൻ പറ്റിയത്. അതും പ്രൈവറ്റ് വാഹനങ്ങൾക്കൊന്നും പെർമിഷൻ ഇല്ല. നമ്മളെ KSRTC മാത്രം, മീൻസ് കർണാടകൻ്റെ KSRTC മാത്രം ഇതിനുള്ളിൽ പോവുള്ളൂ. നിങ്ങൾ എല്ലാവരും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ഡേയ്സ് വരാൻ ശ്രദ്ധിക്കുക. കാരണം തിരക്ക് വളരെ കുറവാകും. കാരണം ഹോളിഡേയ്സിൽ നല്ല ആളുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു ഏകദേശം 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിന് മുകൾക്ക് വരാൻ പറ്റുള്ളൂ. അതും പ്രൈവറ്റ് വാഹനങ്ങളൊന്നും വരില്ല. ഈ കർണാടക RTCൻ്റെ ബസ് മാത്രം മുകൾക്ക് സർവീസ് നടത്തുന്നുള്ളൂ. അരമണിക്കൂർ കൂടുമ്പോൾ ബസ് സർവീസ് ഉണ്ട്.
മഴക്കാലത്താണ് ഏറ്റവും നല്ല ടൈം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ സൈഡിൽ കോട ഇറങ്ങിയ കാഴ്ചയും മൃഗങ്ങളെ കാണാനൊക്കെ നല്ല ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ട്രിപ്പാട്ടത്. കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ബോണസ് മാത്രം നമുക്ക് യാത്രയിൽ കിട്ടണേ. കാരണം ഭാഗ്യം പോലെ ഇരിക്കും. കാരണം ഇത്രയും നല്ല കാഴ്ചകൾ കിട്ടുമ്പോൾ ഒരു ആനമ്പാടെ കാണാൻ പറ്റിയ അതൊരു ബോണസ് തന്നെയാണ്. നല്ല മഞ്ഞിറങ്ങി ഞങ്ങൾ ടൈമിൽ രണ്ട് സൈഡിലും നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ കേട്ടോ. തിരിച്ചു വരുന്ന ടൈമിൽ ചൂട് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും വെയിൽ വന്ന് കുറച്ച് ചൂട് വന്നപ്പോൾ ഈ വിൻഡൊക്കെ പോയിരുന്നു. പക്ഷെ നല്ല അടിപൊളി കാഴ്ചയാണ് രണ്ട് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുക. ടിക്കറ്റ് എടുക്കണ അവിടെ അതേപോലെ നമുക്ക് ബസ്സിന് വരണ്ട എന്നുള്ളവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കർണാടകൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള ഒരു ജീപ്പ് സർവീസ് മുകൾക്കുണ്ട്. റേറ്റ് കറക്റ്റ് എനിക്ക് അറിയില്ല, കാരണം ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഞാൻ KSRTC ഇട്ടാണ് ചൂസ് ചെയ്തത്. മാത്രമല്ല മുകളിലെത്തുമ്പോൾ സൗണ്ട് അധികം ഉണ്ടാക്കാൻ പാടില്ല, അതേപോലെ പ്ലാസ്റ്റിക് സാധനങ്ങൾ മുകളിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് കൂടി ഉണ്ട്. അതെല്ലാം ശ്രദ്ധിക്കണം മുകളിൽ എത്തുമ്പോൾ. ഏകദേശം അരമണിക്കൂർ മുകൾക്ക് യാത്ര ചെയ്ത് നിൽക്കുമ്പോൾ ഉള്ള കാഴ്ച ഇത് അമ്പലമാണ് നമ്മൾ ലെഫ്റ്റ് സൈഡ് കാണുന്നത്. അമ്പലത്തിൽ മുന്നേ തന്നെ ഫുള്ള് മിസ്റ്റ് ഇറങ്ങിയിട്ടൊന്നും കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള കാഴ്ചകളായിരുന്നു അവിടെ എത്തുമ്പോൾ ഉണ്ടായിരുന്നത്. രാവിലെ എത്തിയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ. ഫസ്റ്റ് ബസ്സിനെ നിങ്ങൾ മാക്സിമം വരാൻ ശ്രമിക്കുക. നമ്മൾ ഡ്രൈവർ നല്ല കണഞ്ഞ് പരിശ്രമിച്ചിട്ടാണ് അവിടെ ഓടിക്കാനൊക്കെ പറ്റിയത്. ചെറിയൊരു പാത്രമുള്ളൂ കേട്ടോ അവിടെ, അതിൻ്റെ ഉള്ളിലിട്ട് കണ്ട് പിന്നെ നമ്മൾ ഇറങ്ങും. പിന്നെ നമ്മളവിടെ നമുക്ക് 5 മണിൻ്റെ ഉള്ളിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചിറങ്ങിയാൽ മതി കേട്ടോ. എത്ര ടൈം വേണം ഇവിടെ സ്പെൻഡ് ചെയ്യുക. ലാസ്റ്റ് ബസ് 5 മണിക്ക് 4 മണിക്ക് മുകളിൽ നിന്ന് എടുക്കും. ആ ടൈമിൽ നമ്മൾ താഴത്തേക്ക് പോകണം, അത്ര ഡിമാൻഡുള്ളൂ. വേറെ റൂൾസ് കാര്യങ്ങളൊന്നുമില്ല. ഫുഡ് ഐറ്റംസ് ഒന്നും മുകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടില്ല. ഉള്ള ഒരു യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ മാത്രമുണ്ട് ലെഫ്റ്റ് സൈഡിൽ, വേറെ ഒന്നും ഇവിടെ മുകളിൽ അവൈലബിൾ അല്ല. മൊബൈലിന് തീരെ റേഞ്ച് കൂടി ഇല്ലാത്തൊരു സ്ഥലം കേട്ടോ. ഈ 4 സൈഡിലും ചുറ്റും നോക്കുകയെന്നുണ്ടെങ്കിലും ഡീപ്പ് ഫോറസ്റ്റാണ്. ഇവിടേക്ക് മൃഗങ്ങളൊക്കെ പ്രസൻറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഡെയിലി മൃഗങ്ങൾ വരുന്ന പറഞ്ഞ ഈ ഏരിയയിൽ കേട്ടോ. പോണ ആ സൈഡിൽ തന്നെ കാണാം, അമ്പലത്തിന് മുന്നിൽ എലിഫൻറ്റ് വന്ന് പോയതിൻ്റെ അടയാളങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ആ ജീപ്പ് ഞാൻ പറഞ്ഞത് കേട്ടോ. അമ്പലത്തിൻ്റെ മുകൾക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് മുന്നിൽ നിൽക്കുന്ന ആളെ തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. അത്രയും നല്ല കാഴ്ചകളാണ് കേട്ടോ ഈ ടൈമിൽ സഞ്ചരിക്കാൻ നമുക്ക് കിട്ടുക. 1315 കൊയ്സാള സാമ്രാജ്യകാലത്താട്ടോ ഈ അമ്പലം ഈ മലമുകളിൽ നിർമ്മിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മളിപ്പോൾ കാണുന്ന രീതിയിൽ മോഡിഫൈ ചെയ്ത് മാറ്റം വരുത്തിയത് മൈസൂർ രാജാക്കന്മാരുടെ കാലത്താട്ടോ, ഒടയാൻ രാജാക്കന്മാരുടെ കാലത്താണ് പിന്നീട് മോഡിഫൈ ചെയ്ത് നമ്മളിപ്പോൾ കാണുന്ന രൂപത്തിലാക്കി മാറ്റിയിരിക്കണം കേട്ടോ. എന്തായാലും ഇവിടെ വന്ന് നമ്മൾ ഒരിക്കലെങ്കിലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാട്ടത്. കാരണം ഇത്രയും ഹൈ ഏരിയയിൽ നിൽക്കുന്ന കാട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു അമ്പലം വേറെ ഉണ്ടാന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും വന്നതിൽ ഫസ്റ്റ് അമ്പലമായിരുന്നു ഇത്. എക്സ്പ്ലോർ ചെയ്യാൻ വന്നതിൽ നല്ല കാഴ്ചകളായിരുന്നു. പിന്നെ കുറച്ച് മുന്നേ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ കാഴ്ച കാണുന്ന അവിടെ കുറേ മാൻകൂട്ടങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ക്യാമറ കണ്ണിൻ്റെ പരിമിതി മൂലം അതൊന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് ഫോറസ്റ്റിൻ്റെ ഒരു ഡീവിയേഷൻ വെച്ചിട്ടുണ്ട് അവിടെ, അതിനപ്പുറത്തേക്ക് പോകരുത് പ്രത്യേകം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിയമ നടപടികൾക്ക് നമ്മൾ നേരിടേണ്ടി വരും. ഫോറസ്റ്റിൻ്റെ 2 ഗൈഡ് എപ്പോഴും അവിടെ ഉണ്ടാവും. മാൻകൂട്ടാണ് ആ സൈഡിൽ കാണുന്നത്. നമുക്ക് ക്യാമറ കൂടി അത്ര ക്ലിയർ ഇല്ല എന്ന് മാത്രം. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 2 ഉദ്യോഗസ്ഥരുടെ മുകളിൽ എപ്പോഴും ഉണ്ടാവും. എന്തെങ്കിലും ഇല്ലീഗലായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ പിടിക്കും, അതുണ്ടാവില്ല. ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് വരുന്നവർ നല്ലപോലെ ശ്രദ്ധിച്ച് വന്ന് വിസിറ്റ്. കർണാടകയിലെത്തിയ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബസ് ബോർഡിനൊക്കെ കർണാടകയിലാവും നെയിം ബോർഡ് ഉണ്ടാവും. അതുകൊണ്ട് വളരെ റിസ്ക്കാണ് കണ്ടുപിടിക്കാൻ. ഇതേപോലെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അറിയുന്ന കേട്ടോ അമ്പലത്തിലത്തെ ആൾക്കാരാണ്. ഞാൻ ഏതായാലും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല, ശ്രീകോവിലിൻ്റെ ഭാഗത്തേക്കൊന്നും കയറിയിട്ടില്ല. ഞാൻ മുൻഭാഗത്ത് ചെന്ന് നിന്ന് പിന്നെ ഈ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ കയറുമ്പോൾ നമ്മൾ പാദരക്ഷ മുന്നിൽ ഊരി വെക്കണം എല്ലാവരും, എന്നിട്ട് മാത്രം നമുക്ക് മുന്നിലേക്ക് വരാനുള്ള പെർമിഷനുള്ള ഉള്ളിലേക്ക്. ഇതാണ് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് അപ്പുറത്ത് മാറിയിട്ടാണുള്ളത്. അവിടെ ചെറിയ 2 റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇവിടുത്തെ ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാനാണെന്ന് പറഞ്ഞു കേട്ടോ. ആന കഴിഞ്ഞ ദിവസം രാത്രി വന്ന് പോയ അടയാളാട്ടോ ഇത്. ഇവിടെയുള്ളവർ പറഞ്ഞതാണ് രാത്രി പ്രസൻറ്റ് ഉണ്ടാകുന്ന പറഞ്ഞ നിത്യവാസിയായിട്ടൊരു ആന കൂടി ഇവിടെ വന്ന് പോക്കുണ്ടെന്ന് പറഞ്ഞു. ഫോറസ്റ്റുകാരൊക്കെ പറഞ്ഞ അറിവാണ് എനിക്കുള്ളത്. ഇവിടെ എന്നും ആന വരലുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഏകദേശം നമ്മൾ അരമണിക്കൂർ മുകളിൽ സ്പെൻഡ് ചെയ്ത് ഒരു 9:15 ആയപ്പോഴാണ്, അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ബസ്, അരമണിക്കൂർ കൂടുമ്പോൾ ബസ് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. ഒരു 9:15 ആയപ്പോൾ നമ്മുടെ ബസ് വീണ്ടും അടുത്ത ട്രിപ്പ് ആൾക്കാരായിട്ട് റിട്ടേൺ മുകൾക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ബസ് ഈ വന്ന ആൾക്കാരോട് ഇറങ്ങിയിട്ട് നമുക്ക് ഈ ബസ് പോകാൻ നിർബന്ധമൊന്നുമില്ല. നമുക്ക് 4 മണിയുടെ ഉള്ളിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും താഴത്തേക്ക് പോയാൽ മതി. പക്ഷേ 4 മണിയാണ് നമ്മൾ ലാസ്റ്റ് ബസ്സിന്ന് മാത്രം കേട്ടോ. ബസ്സിൽ ആൾക്കാരൊക്കെ ഫുള്ളായി, കുറേ ആൾക്കാർ അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് അമ്പലത്തിൽ തന്നെ. ലാസ്റ്റ് ബസ്സിൽ വരാൻ എന്താ അറിയില്ല. അങ്ങനെ നമ്മൾ ഏകദേശം തിരിച്ചെത്തി. ഞാൻ അവിടെ ക്യാമറ താഴത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്യാമറ കാര്യങ്ങളൊക്കെ വാങ്ങി അപ്പോഴത്തെ അടുത്ത ബാച്ച് റിട്ടേൺ പോകുന്നുണ്ടായിരുന്നു മുകൾക്ക് കേട്ടോ. ഇതിവിടെ കുറച്ച് സുവനീർ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലാണ് മുകളിലേക്ക് പോകുമ്പോൾ, അതായത് റൈറ്റ് സൈഡിലാണ് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് ഇവിടുത്തെ സുവനീർ കാര്യം കിട്ടുന്ന ഷോപ്പ്. പിന്നെ താഴത്ത് ജ്യൂസ് ഉണ്ട്, നല്ല അധികം റേറ്റ് ഒന്നുമില്ല, 50 രൂപയാണ് ജ്യൂസിന് പറഞ്ഞത്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ കുറച്ച് ഫ്രണ്ട്സിന് കേട്ടോ. ഇവർ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഇവരെല്ലാവരും കൂടി കോളേജ് മേറ്റ്സ് ആയിരുന്നു. അങ്ങനെ വീണ്ടും കണ്ടുമുട്ടി എല്ലാവരും കൂടി ഒരു
യാത്ര വന്നതാണ് ഇവരെല്ലാവരും കേട്ടോ. മലയാളം ഇവർക്ക് ഏറെക്കുറെ അറിയാം കേട്ടോ. ബാംഗ്ലൂർ പഠിച്ചായതുകൊണ്ട് കുറച്ചൊക്കെ മലയാളം അറിയും. മലയാളം ഫ്രണ്ട്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ബസ് കിട്ടാൻ ലേറ്റ് ആയിട്ടാണ് മുകളിൽ നിൽക്കുമ്പോൾ. അപ്പോൾ എനിക്ക് ലിഫ്റ്റ് തന്നിരുന്നു. ശരി, ഏതായാലും എനിക്ക് ഗുണ്ടൽപേട്ട് ഇന്നെ ഇവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇനി ഞാൻ നേരെ സുൽത്താൻ ബത്തേരി അവിടുന്ന് കാലിക്കറ്റാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. പിന്നെ ബസ് നേരത്തെ പറഞ്ഞത് കോമ്പൗണ്ടിക്ക് കയറില്ല, പുറത്ത് നിൽക്കേണ്ടി വരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം 12 കൂട്ടി സുൽത്താൻ ബത്തേരി എത്തി. 68 രൂപയാണ് ഗുണ്ടൽപേട്ട് സുൽത്താൻ ബത്തേരിക്ക് വരുന്ന ചാർജ് കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാവർക്കും എൻ്റെ യാത്ര ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. കൂടുതൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബായ്.